പ്രിയ പ്രേക്ഷകരെ, പുഷ്പ എന്ന സിനിമയുടെ തൊഴിൽ വരുന്ന മേഖല അതിൻ്റെ കണ്ടിന്യൂസാണ്. അടുത്തൊരു എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ 2025. നമ്മൾ ഈ ചിത്രത്തിൽ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ, ക്യാമറ, മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ്, എഡിറ്റിംഗ്, സോങ് റൈറ്റിംഗ്, ആർട്ട് ഡയറക്ഷൻ, സൗണ്ട് ഡിസൈനിങ്, കോറിയോഗ്രാഫി, സിംഗിങ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറഞ്ഞു. അതിൽ എത്ര പേർക്ക് തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞു, എത്ര പേര് ലക്ഷപ്രഭുക്കളാവുമെന്ന് പറഞ്ഞു, എത്ര പേര് കോടീശ്വരന്മാരാകുമെന്ന് ഞാൻ സൂചിപ്പിച്ചു, എത്ര പേര് ആവറേജ് മീഡിയം ലക്ഷപ്രഭുക്കളാവുമെന്ന് പറഞ്ഞു, എത്ര പെർസെൻറ്റേജ് താഴോട്ട് ചെന്നെത്തുമെന്ന് പറഞ്ഞു. താഴോട്ട് മിനിമം പൈസയിൽ നിൽക്കും, അവരൊന്നും സമ്പന്നരാകില്ല. അവർക്ക് വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു. ഒരു വലിയ പടം ചെയ്യുമ്പോൾ അത് ഒരു വലിയ പ്രോജക്റ്റായിട്ട് മാറുമ്പോൾ അതിലൊരു 10% മുന്തിയ നടന്മാർ വാങ്ങുന്ന പോലെ തന്നെ ഒരു ലാഭവിഹിതം മാറ്റിവെച്ച് ഇവരുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യണമെന്ന് നൊബക്സോള എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നു. എല്ലാ സിനിമാ മേഖലയിലുള്ളവരിടത്തും, അങ്ങനെ പല മേഖലകളിലും എങ്കിലും ഞാനിപ്പോൾ സിനിമാ മേഖലയിലുള്ളടത്ത് പറയണം, നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് അതൊരു വലിയ ഗുണമായി മാറും. സർക്കാർ കൊടുക്കണ 5 കിലോ അരിക്കും 2.5 ലിറ്റർ മണ്ണെണ്ണയ്ക്കും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണ എവിടെയൊക്കെ കൊടുക്കണ ചീഞ്ഞ കിറ്റുകൾക്കും വേണ്ടി അവർ പോയി ക്യൂവിൽ നിൽക്കേണ്ടി വരില്ല. അങ്ങനെയെങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ദാരിദ്ര്യം കുറഞ്ഞു വരും. അതൊന്നും ഇല്ലാതെ വരുമ്പോൾ റെസ്റ്റിംഗ് ശമനമാണ് ഇവരൊക്കെ ക്യൂവിൽ നിൽക്കേണ്ട അവസ്ഥയും കഷ്ടപ്പാടും വരുന്നത്. കാരണം വരുമാനത്തിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് വരുന്നു ആ വീടുകളിൽ. 20,000 രൂപ വരുമാനം 30,000 രൂപ എക്സ്പെൻസും വരുന്നു. അതിൽ 10,000 രൂപ തന്നെ ഗവൺമെൻറ് കറണ്ടും അതും ഇതെന്ന് പറഞ്ഞ് ഇതെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് വലിച്ചുകൊണ്ട് പോയാൽ അവർ ആഹാരം ബുദ്ധിമുട്ട് വരും, അവരുടെ കുട്ടികളിൽ വിളർച്ച വരും, നല്ല വിദ്യാഭ്യാസം കിട്ടില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇതുപോലെ വലിയ പ്രോജക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടാവും, അതുകൊണ്ടാണ് നിങ്ങൾ വലിയ പ്രോജക്റ്റ് ചെയ്യണത്. വെറും ബിസിനസ് മാത്രമല്ല അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, കഴിയുമെങ്കിൽ ഉടനെയൊന്നും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല, ഘട്ടഘട്ടമായിട്ട് നിങ്ങൾക്ക് ചെയ്താൽ വലിയ സന്തോഷം. ആ സന്തോഷം ഞാൻ 2025 ആരെങ്കിലും ചെയ്തുവെങ്കിൽ അതൊരു പറയാൻ കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം, ഒരുപാട് കുടുംബങ്ങൾക്ക് സന്തോഷം. അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്തൊരു ഇതിലോട്ട് പോവുകയാണ്. കോസ്റ്റ്യൂം ഡിസൈനിങ്. ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പ് വന്നിരിക്കുകയാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാം. കോസ്റ്റ്യൂം ഡിസൈനിങ് ഇത് ഇടണ്ടേ, ഇത് കൊണ്ടുവരണ്ടേ, ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ വസ്ത്രാലങ്കാരം എന്ന് പറയും. വസ്ത്രങ്ങൾ നമ്മൾ തന്നെയാണ് വാങ്ങണതല്ലേ. നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഡിസൈൻ ചെയ്യണത് നമ്മൾ വളരെ കുറവാണല്ലോ. അത് ഡിസൈനേഴ്സ് വേറെയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, കോസ്റ്റ്യൂം ഡിസൈനിങ്. നമ്മൾ വീട്ടിൽ വാങ്ങുന്ന, കുട്ടിക്കൊക്കെ വാങ്ങുന്ന വസ്ത്രം നമ്മൾ പോയി കാശ് കൊടുത്ത് വാങ്ങുന്നു. അതിൽ കഴിഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഇടും. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബഡ്ജറ്റ് നിൽക്കുന്നതുമായ ഒരു സാധനം നമ്മൾ വാങ്ങുന്നു. അത് ആ സമയത്തുള്ള ബഡ്ജറ്റുള്ള പോലെ. ഈ സാധനം ഡിസൈൻ ചെയ്യണതാരാ? നിങ്ങളാണോ? തയ്ക്കുന്നതാരാ? നിങ്ങളാണോ? അല്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു ഡിസൈനേഴ്സ് വേണം, തയ്ക്കാൻ ആൾ വേണം, അതിന് മിഷനറി വേണം, അല്ലേ? അതിന് നമ്മുടെ തുണികൾ നെയ്തെടുക്കാൻ ഫാക്ടറികൾ വേണം. ഹാൻഡ് മെയ്ഡും ഉണ്ട്, ഹാൻഡ് മെയ്ഡ് കുറവാണ്, അതിന് വലിയ വിലയും വരും. ഇങ്ങനെ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഈ സിനിമയിൽ പുഷ്പ എന്ന് പറയുന്ന സിനിമ ഇടയ്ക്ക് ഓർമ്മിക്കണം കേട്ടോ, 2,500 കോടി എത്തും. കൂതറപ്പടേ 2,500 കോടിയിൽ ഉടനെ എത്തും. ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, അതായത് ഇത്തരം രീതിയിൽ പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞ അവിഭാജ്യ ഘടകമുണ്ട്. അതായത് നമ്മൾ സാധനങ്ങൾ ചെയ്യുന്ന ഒരു വിധമാണ് ഞാൻ പറഞ്ഞു തന്നത്. നമ്മൾ സിനിമയിൽ അവരൊരു കോസ്റ്റ്യൂം ഡിസൈനിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇനിയാണ് ഞാൻ വരുന്നത് പാട്ട് സീനിലോട്ട്. അതിൽ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന് മുമ്പേ, അത് പറയുന്നതിന് മുമ്പേ തന്നെ പറയട്ടെ, ഇതിൽ ഒരു പാട് മൊത്തം കേരള കോസ്റ്റ്യൂംസാണ്. നമ്മുടെ മോഹിനിയാട്ട സിനിമയുടെ, അല്ലെങ്കിൽ നമ്മുടെ ബാലരാമൻ കൈത്തറി നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നല്ല കസവോടെ അത് മോഹിനിയാട്ടത്തിൻ്റെ ഡ്രസ്സ് രൂപത്തിലാണ് അതിനകത്ത് കാണിക്കുന്നത്.
അങ്ങനെ ഈ പടത്തിൽ ഒരു പാട്ടിൽ പകുതിയോളം സീനുണ്ട്. നിങ്ങൾ നോക്കിയാൽ അങ്ങനെ ഒരു സീൻ അതിനകത്ത് എടുത്തപ്പോൾ തന്നെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്നാമത് ബാലരാമപുരത്തു നിന്നുള്ള ഈ കൈത്തറി, അതായത് ബാലരാമപുരത്ത് നിന്ന് നമ്മുടെ കൈത്തറി, ബാലരാമപുരത്ത് കൈത്തറിയാണ് കൂടുതൽ. അത് എൻ്റെ നാട്ടിൻ്റെ അടുത്താണ്, ഇവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്ററേ ഉള്ളൂ. ഈ ഈ സാധനം അതിനകത്ത് ധാരാളം മലയാളിക്ക് വേണ്ടി ഉപയോഗിച്ചു. പിന്നെ അതിനകത്ത് കഥകളി ഉപയോഗിച്ചു, മോഹിനിയാട്ടം ഉപയോഗിച്ചു, ഭരതനാട്യത്തിൽ വരും. ഭരതനാട്യം തമിഴ്നാട്ടിൻ്റെ കലയാണ്. ആ കല കേരളത്തിൻ്റെ മോഡലാണ് ഡ്രസ്സ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം നമ്മുടെ കൈത്തറി ഉൽപ്പന്നമാണ് വന്നിരിക്കുന്നത് അതിനകത്ത്. അത് വിദേശ രാജ്യങ്ങളിൽ പലയിടത്തുരുന്ന് കാണുകയും അത് ഇഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൈത്തറിയും കൂടെ വ്യവസായത്തിലോട്ട് വരെയാണ്. പുഷ്പ കൊണ്ടുവരുന്ന മാർക്കറ്റിംഗ് പിടികിട്ടിയോ? സഹായിക്കണത് നമ്മളെയും കൂടെയാണ്. നമ്മളങ്ങ് എതിർത്ത് നോക്കിയേ, നമ്മളെ സാധനം അതിനകത്ത് ബ്രാൻഡ് ചെയ്യാണ്. ഒരു പാട്ട് സീനിൽ ഒറ്റ സീന് കാണിച്ചെങ്കിൽ ഓക്കെ, ഇത് പാട്ട് സീന് തന്നെ മലയാളിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. കഥകളി ഉണ്ട് പോയി അതിനകത്ത് സീന്. കഥകളിയൊക്കെ ലോക പ്രശസ്തമാക്കി എടുത്തത് എങ്ങനെയെന്നൊന്നും ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങളെ സമയം കളയുന്നില്ല. അങ്ങനെ നമ്മളെ തന്നെ ഒരു പാട്ട് സീനിൽ ബ്രാൻഡ് ചെയ്യിച്ചിരിക്കുകയാണ്. ഒപ്പം നമ്മുടെ വ്യവസായം ബ്രാൻഡ് ചെയ്യിച്ചിരിക്കുന്നു. കച്ചവടം വരണ്ടേ? ഇങ്ങനെ ഇതൊക്കെ ഞാൻ ഇത് മലയാളി ഇതിനെ തീരെ അമർത്തിയത് കൊണ്ടാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ പടത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു സിനിമയിൽ നായകനും നായിക മാത്രമല്ല കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യേണ്ടത്. വഴിയെ പാസിംഗ് ഷോട്ട് അഭിനയിക്കണവരെ കോസ്റ്റിംഗ് പിന്നെ ഡിസൈനിങ് വേണം. നിങ്ങൾ ഈ ഓഫീസൊക്കെ എടുക്കുമ്പോൾ ഇവരൊന്ന് സംസാരിക്കും, ഓഫീസിൽ കുറേ സ്റ്റാഫൊക്കെ അപ്പുറത്തിരിക്കില്ലേ, അതിന് ഡാൻസിന് ഞാൻ പറഞ്ഞില്ലേ, കോറിയോഗ്രാഫി നൃത്തം ചെയ്യുന്ന ഡാൻസിന് നായികയ്ക്ക് നായകന് മാത്രമല്ലല്ലോ വസ്ത്രം ഇടേണ്ടത്. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരുപോലത്തെ വസ്ത്രം വ്യത്യസ്തമായ രീതിയിലെല്ലാം ചെയ്യണത് കോസ്റ്റ്യൂം ഡിസൈനേഴ്സ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു സിനിമയിൽ 3000-3500 ആർട്ടിസ്റ്റുണ്ട് ആവറേജ് നോക്കുമ്പോൾ. ഈ 3500 ആർട്ടിസ്റ്റിനും സീനിനനുസരിച്ച് അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. നമ്മൾ മാർക്കറ്റിൽ പോയി വാങ്ങണ പോലെയല്ല, സീനിനനുസരിച്ച് ആ പടത്തിൽ സ്ക്രിപ്റ്റ് ഡയറക്ടർ പടം ഡയറക്റ്റ് ചെയ്യുന്ന ആൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സീനിനനുസരിച്ച്, ആ കോറിയോഗ്രാഫിക്ക് അനുസരിച്ച്, അയാളുടെ ഭാവനയിലുള്ള അനുസരിച്ചിട്ട് ഈ ആ പടത്തിലെ എല്ലാം നിൽക്കുന്ന സീനുകൾക്കനുസരിച്ച് ഇവരെന്ത് ചെയ്യണം, പിന്നെ വസ്ത്രാലങ്കാരം, കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ടാവും. നിങ്ങൾ കാണുന്ന നമ്മുടെ നാട്ടിലെ തയ്യൽക്കാരെ പോലെ സാധാ ശമ്പളമല്ല അവർക്ക്. നമ്മുടെ തയ്യൽക്കാർക്ക് പോലും ഇപ്പോൾ നല്ല ശമ്പളമുണ്ട്, പക്ഷെ അത്ര ആരും തയ്ക്കുന്നില്ല, അതുകൊണ്ട് കടകൾ പൂട്ടിപ്പോകുന്നുണ്ട്. ഈ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഭാവന, ഐഡിയ വേണം, എക്സ്പീരിയൻസ് വേണം. അങ്ങനെയുള്ള 3-4 പേര് ആണ് ഇതിൻ്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിരിക്കണമെന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു. കോസ്റ്റ്യൂം ഡിസൈനിങ് ചെയ്തിരിക്കുന്നത് ദിബാലി നൂർ 1, പ്രീതിശിൽ സിംഗനെ 2 പ്രധാനപ്പെട്ടവർ. ഇവരുടെ ശമ്പളം നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും നിൽക്കില്ല. നിങ്ങൾ ഒരു തയ്യൽക്കാരായിട്ടൊന്നും അവരെ കാണണ്ട, അത് നമ്മളെ വിവരമില്ലായ്മ. നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഹോട്ടലിൽ പാചകം ചെയ്യണമെന്ന് പറഞ്ഞാൽ പുച്ഛം പലരിക്കും. പാചകക്കാരൻ്റെയൊക്കെ ശമ്പളം നിങ്ങൾക്ക് അറിയാമോ? നല്ല പാചകക്കാരൻ്റെ 2-2.5 ലക്ഷം രൂപയുണ്ട്. നമ്മളെ നാട്ടിൽ പാചകക്കാരന് പോലും 30-40 രൂപ ഉണ്ടാവും. വല്ലത് വായിക്ക് രുചിയായിട്ട് ഉണ്ടാക്കി തന്നാലാണ് നമ്മൾ ആസ്വദിച്ച് തിന്നണത്. എന്നിട്ട് അവനെ നമുക്ക് പുച്ഛം വരും. ഇതുപോലെയാണ് നമ്മൾ തയ്യക്കാരവസ്ഥ. ഇല്ലെങ്കിൽ നിങ്ങൾ പറയും കൂതറ, ഇവരെയൊക്കെ നമ്മൾ കൂതറ എന്നൊക്കെ വിളിച്ച് കളയും. ബുദ്ധിയുള്ള പ്രബുദ്ധരായ ഉണർന്ന് നിൽക്കുന്ന ടോപ്പിൽ നിൽക്കുന്നത് മലയാളി. ഇവരുടെ ഈ ഡിസൈൻ ചെയ്യണ, അതായത് നിങ്ങൾ പറഞ്ഞില്ലേ ഇതിലൊക്കെ സമ്പത്തനുസരിച്ച് ഇപ്പോൾ മാറ്റമുണ്ട്. ഇത് ഭാവനാപൂർവമായിട്ട് ചിന്തിക്കണ ഇവരുടെ കോസ്റ്റ്യൂം ഡിസൈനിങ് കോടികൾ വരും ശമ്പളം. ഇവരെയൊന്നും ലക്ഷക്കണക്കിന് രൂപയൊന്നും കൊടുത്താൽ കിട്ടൂല. നല്ല കോസ്റ്റ്യൂം ഡിസൈനറൊന്നും കിട്ടില്ല. അവരൊക്കെ ഫാഷൻ ഡിസൈനിങ്ങിലും മറ്റു വലിയ പ്രോജക്റ്റ് ചെയ്യണത്. ഇവരെ ശമ്പളം തന്നെ കോടികൾ വരും. 2 പേരും കൂടെ 4 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ടാവും ശമ്പളം മാത്രം. ഞാൻ പറയില്ലേ, തയ്യക്കാർ, നിങ്ങൾ വിളിക്കുന്ന തയ്യക്കാർ നിങ്ങളുടെ മുമ്പ് കൂടെ ജാഗ്വാറിൽ പോകും. ജാഗ്വാറിൽ 1.5 ലക്ഷം 50,000 ശമ്പളത്തിരിക്കണം. നീയൊക്കെ കളിയാക്കൂലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് വല്ലതും വിളിച്ച് പറയില്ലേ? ഇവരൊക്കെ ഒരു ജാഗ്വാറിൽ പോകണം അതിൻ്റെയൊക്കെ ഒപ്പം കൂടെ. അല്ല അവർ വന്നിറങ്ങണ വണ്ടി ഇട്ടിട്ടുണ്ടാ?
ഇതിൻ്റെ ഇടയിലേക്ക് പറയാൻ കേട്ടോ, പിന്നെ കോറിയോഗ്രാഫിയുടെ ഫറാഹാൻ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ദീപിക പദുക്കോണിനെ ഷാരൂഖ് ഖാനെ വെച്ചൊരു വമ്പ ഹിറ്റ് നിർമ്മിച്ചൊരു നടി. ആ പടം നിങ്ങൾ കണ്ടുപിടിച്ചു പോയി. അവർ പറഞ്ഞത് ജാഗ്വാറിലാണ്. 4-4.5 കോടി 5 കോടി രൂപ വിലയുണ്ട് കേട്ടോ, ചിലതിന് 12 കോടി. തയ്യക്കാർ നിങ്ങൾ പറയുന്ന കോറിയോഗ്രാഫർ, അവരെ നൃത്ത സംവിധായകരാണ്. ഞാനത് പറഞ്ഞ് മനസ്സിലായി. അവരെ ആ മൾട്ടി ലെവലിൽ സ്കൂൾ അല്ലെങ്കിൽ അവരെ ബേസ് തൊട്ട് അവരെ കഴിവിനെ വികസിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും ടോപ്പ് ഇങ്ങനെ കയറിപ്പോണത്. അവരെവിടെയെങ്കിലും നിങ്ങൾ അന്ന് നല്ല സമയത്ത് അടിച്ചൊതുക്കിയെങ്കിൽ ഇവരെവിടെയെങ്കിലും വല്ല 50,000 രൂപ ശമ്പളത്തിൽ ഓഫീസിലിരിക്കുമായിരുന്നു. മനസ്സിലാവണോ കൂറ? അപ്പോൾ അതുപോലെയാണ് ഈ കോസ്റ്റ്യൂം ഡിസൈനിങ്. ഇവരുടെ ശമ്പളം മിനിമം 2-4 കോടി രൂപ വരും. പിന്നെ ഈ 3000-4000 ആർട്ടിസ്റ്റിന് ഡിസൈൻ ചെയ്താൽ മാത്രം മതി. അത് അവരെ ഡിസൈനിങ് അവർ സിസ്റ്റമൊക്കെ വെച്ച് ചെയ്യും. സിസ്റ്റമൊക്കെ വെച്ച് ഇത് കറക്റ്റ് ചെയ്ത് നോക്കും. പിന്നെ അതിനൊരു ഇവർക്ക് കുറേ അസിസ്റ്റ് ചെയ്യാൻ കുറേ ടൈലേഴ്സ് വേണം. ടൈലേഴ്സ് അല്ല, സൂപ്പർവൈസേഴ്സ്. കാരണം ഇത് ഒരു സീനിൽ ഒരു പിന്നെ 100 പേർക്ക് ഒരു വസ്ത്രമാണെങ്കിൽ അടുത്ത് ആ സീൻ ഒരു 10 സെക്കൻഡ് പോലും ഇല്ലയെന്ന് ഓർമ്മിക്കണം. അടുത്ത 10 സെക്കൻഡിൽ 100 പേർക്ക് വേറെ ആണ്. അപ്പോൾ ഇതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കി ഓരോരുത്തരെയും ചാർജ് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ഒരു 10-20 സൂപ്പർവൈസേഴ്സ്, അതായത് ടൈലർ സൂപ്പർവൈസേഴ്സ് വേണം. അപ്പോൾ അവർ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. അത് നമ്മൾ കളർഫുള്ളും ആയിരിക്കണം അതിനകത്ത്. അത് ഈ വഴിയെ പോണ ടെക്സ്റ്റൈൽസിൽ ടൈലറിൽ നിന്ന് പിടിച്ച് സാധാ ടൈലറിൽ നിന്ന് ഇരുത്താൻ പറ്റില്ല. എക്സ്പീരിയൻസ് ടൈലർ 10,000-3000 പേർക്ക് വസ്ത്രത്തിന് ഡിസൈനിങ് ചെയ്യണ ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ മിനിമം 2 കോടി വെച്ച് വാങ്ങിയിട്ടുണ്ടാവും. ഈ 10-20 സൂപ്പർവൈസേഴ്സിന് മിനിമം ശമ്പളം 3 to 5 ലക്ഷം രൂപ പോകും. ലക്ഷപ്രഭുക്കളാവേണം. ഒരു സിനിമ ഉണ്ട്, അങ്ങനെ 4 സിനിമ അവർ ചെയ്ത് അവരെ 5-6 ഒരു ഫ്ലാറ്റ് വാങ്ങിക്കേണ്ട പൈസയായി, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒരു 50 സെൻറ്റ് വാങ്ങിക്കേണ്ട പൈസയായി, അല്ലെങ്കിൽ നിങ്ങളെ കുട്ടി ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ പിള്ളേരെങ്കിലും നന്നായിട്ട് പഠിപ്പിക്കേണ്ട പൈസയായി. പിന്നെ ഇതിൻ്റെ താഴെയാണ് 100 കണക്കിന് ടൈലേഴ്സ് വർക്ക് ചെയ്യണം. ഇത് തയ്ക്കണ്ടേ? അങ്ങനെ മെഷീനിൽ കൊടുത്താൽ ഉടനെ ഞടിച്ചു തരുമോ? ഡിസൈനിങ് ആയി, സൂപ്പർവൈസേഴ്സ് എന്ന് അതിൻ്റെ കളക്ടിവിറ്റി കൊടുത്തു, അതിന് വേണ്ട ഇൻസ്ട്രുമെൻറ്റ്സ് ബാക്കി സാധനങ്ങൾ ശേഖരിച്ചു. 100 കണക്കിന് ടൈലേഴ്സ് വർക്ക് ചെയ്യണം. അത് നോക്കിയൊക്കെ പടം തുടങ്ങി തീരണത് വരെയും വർക്ക് ചെയ്യണം. അപ്പോൾ അവർക്ക് ശരാശരി ഒരു പടം 2 വർഷത്തെ ഷൂട്ടാണ് ഈ പടം ഉണ്ടെങ്കിൽ ശരാശരി 300 ദിവസത്തെ ജോലി കിട്ടും. ശരാശരി 300 ദിവസം ജോലി എന്ന് പറഞ്ഞാൽ ഓരോ ടൈലർ അക്കൗണ്ടിൽ ശരാശരി ഒരു 1.5-2 ലക്ഷം രൂപ ചെല്ലും. പോട്ടെ, 1 ലക്ഷം രൂപ വെച്ചെങ്കിലും ചെല്ലും. ഇത് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഒരു ഫണ്ട് കണ്ടെത്തി മറ്റുള്ളവർക്കും എന്തെങ്കിലും ലാഭവിഹിതം കൊടുക്കാം, ഇതുപോലെ താഴേക്കുള്ളവർക്ക്. അപ്പോൾ 2 പേര് കോടീശ്വരിയായി. ഒരു 10 സൂപ്പർവൈസർമാർ, 20 സൂപ്പർവൈസർമാരെല്ലാം നടക്കൂലേ ഇത്. 20 സൂപ്പർവൈസർമാരെന്തായി? അത്യാവശ്യം ലക്ഷക്കണക്കിന് സമ്പാദിച്ചു, ബാക്കിയുള്ളവർ ജീവിച്ചു പോകുന്നു. അങ്ങനെ നിങ്ങൾ നോക്കിക്കേ, അവിടെ തന്നെ എത്ര പേർക്ക് തൊഴിലായി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 2500 അടുപ്പിച്ച് വീണ്ടും 100 പേര് കൂടെ 100 പേര് കൂടെ തൊഴിൽ കിട്ടിക്കയറി. അതിൽ കോടീശ്വരം വന്നു, ലക്ഷപ്രഭുക്കൾ വന്നു, അത്യാവശ്യം ജീവിച്ചു പോണവർ വന്നു. ഇതാണ് നമ്മളല്ലേ വസ്ത്രാലങ്കാരം. കൂറ ജോലി കൊടുക്കുന്നത് മനസ്സിലായോ എൻ്റെ പ്രേക്ഷകരെ? കൂറ ജോലി കൊടുക്കുന്നത്, ഒരു കൂറ പുഷ്പ ഇത്രയും ജോലി കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റ് ചിത്രങ്ങളും മറ്റു വ്യവസായങ്ങളും എന്തൊക്കെ തൊഴിൽ കൊടുക്കുന്നുണ്ടാവും ഇവിടെ. നിങ്ങളൊന്ന് ചിന്തിച്ച് വയ്യേ. നിങ്ങളുടെ ഞാൻ ചിന്തിക്കാനാണ് ഈ ബ്ലോഗ് വഴി വന്നിരുന്ന് പറയണത്. ഞാനിത് കണ്ടിന്യൂ ചെയ്യും എല്ലാവരിടത്തും. ഞാനതാണ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ചിന്ത തുടങ്ങേണ്ടത് നമ്മളെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ വിദ്യാഭ്യാസമുള്ള നല്ല നോളജഡായ അധ്യാപകരുടെ തലയിൽ ഇത് കയറിയാൽ സ്കൂൾ മൊത്തം ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ജോലിക്കല്ല, സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അവരങ്ങ് പുറത്ത് വിട്ടാൽ മതി, അവർ നോക്കിക്കോളും. നിങ്ങൾ എന്താണ് ഈ സേഫ്റ്റി അന്വേഷിക്കുന്നത്? സേഫ്റ്റി അന്വേഷിക്കുന്നവർക്ക് സർക്കാർ 2.25 ലക്ഷം പേർക്കല്ലേ കൊടുക്കണുള്ളൂ ജോലി. ബാക്കിയുള്ള ഈ കോടീശ്വരന്മാരൊക്കെ അവിടെ ഇരുന്നുണ്ടായതല്ല. നിങ്ങൾ നല്ല നിലയിൽ വീടൊക്കെ വാങ്ങിച്ചു വയ്ക്കണം, നല്ല ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. കുട്ടികളുടെ സ്കില്ലിനെ നിങ്ങൾ വളർത്തി വിടണം. അവർ പന്തലിക്കട്ടെന്നേ, അവർ രാജ്യത്തിൻ്റെ സമ്പത്തായിട്ട് മാറട്ടെ, അല്ലാതെ നമുക്ക് ഒരു ഉപയോഗമില്ലാത്തവരായി മാറരുത്. മനസ്സിലാവണുണ്ടോ? അധ്യാപകരെ മുടി നീട്ടി വളർത്തിയ +2 സാറേ,
രാത്രി മൊത്തം ബ്ലോഗ് ചെയ്ത് സ്കൂളിൽ പോയി പഠിപ്പിച്ചിട്ട് വന്നിരുന്ന് കൂതറയെന്ന് പറഞ്ഞ പ്ലസ് ടുവിലെ സാറിന് മനസ്സിലായോ? പടത്തിന് അങ്ങേറ്റം നെഗറ്റീവ് പറഞ്ഞ സാറ്. നിങ്ങളപ്പോഴെന്താണ് കുട്ടിയെ പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ഒരു വ്യവസായം പോലും അറിയില്ല. നിങ്ങൾ കുട്ടി എന്ത് പഠിപ്പിക്കും? ഈ ബ്ലോഗറായ ഒരു പ്ലസ് ടുവിൽ ഒരു സാറുണ്ട് ഇവിടുത്തെ, ഭയങ്കര ലക്ഷക്കണക്കിന് ഫോളോവേഴ്സാണ് അയാൾക്ക്. നിങ്ങൾ പ്ലസ് ടുവിലെ സ്കൂളിലെ കുട്ടികൾ എന്താണ് പഠിക്കുന്നത്? പ്ലസ് ടു സ്കൂളിലെ കുട്ടികളാണ് നിങ്ങൾ മുമ്പേ ഇരിക്കുന്നത്. അടുത്ത വർഷം ഓപ്പണിൽ ജോലിക്ക് ഇറങ്ങേണ്ട ചെറുക്കായി, അല്ലെങ്കിൽ ജോലിക്ക് ഇറങ്ങേണ്ട പെൺകുട്ടിക്ക് നിങ്ങൾ എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം? ഇവിടെ യഥാർത്ഥ കൂതറ ആരാ എന്താണെന്ന് മനസ്സിലാവണുണ്ടോ? ഞാൻ ചോദിക്കണം, ഇപ്പോൾ യഥാർത്ഥ കൂതറ ആയിക്കൊണ്ടിരിക്കുന്ന ആരാണ്? നിങ്ങൾ ഞാൻ പുള്ളിയെ കൂതറയെന്നല്ല പറഞ്ഞത്, യഥാർത്ഥ കൂതറ മൈൻഡ് കൊണ്ടായിക്കൊണ്ടിരിക്കുന്ന ആരാണ്? എൻ്റെ പ്രേക്ഷകരെ മനസ്സിലായോ? കൂതറ അല്ല, വ്യവസായം. ഉണർന്ന് ചിന്തിക്കൂ, നിങ്ങളെ മൈൻഡ് ഓഫ് വ്യൂ മാറ്റൂ. 5% പേരെ ഞാൻ ടാർഗറ്റ് ചെയ്യണുള്ളൂ, വെറും 5% പേര്. ബാക്കിയുള്ളവർ കാണണമെങ്കിൽ കാണട്ടെ, കേൾക്കണമെങ്കിൽ കേൾക്കട്ടെ. പക്ഷേ അധ്യാപകരെ ഞാൻ ചലഞ്ച് ചെയ്യുന്നു, അധ്യാപകരെ ഞാൻ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മേലിൽ ഒരു അധ്യാപകന് ഇതുപോലെ വന്നിരുന്നിട്ട് ബ്ലോഗിൽ സംസാരിച്ചു പോരുത്. ഒരു എന്തെന്ന് പോലും മനസ്സിലാകാതെ. നിങ്ങൾ അധ്യാപകനായിട്ടാണ് അയാളെ ഞാൻ ഇപ്പോഴും പറയണത്. അയാളൊക്കെ നമ്മളെ കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ ആലോചിക്കും. നമ്മുടെ കുട്ടികളൊക്കെ ഡിഗ്രേഡ് കൊണ്ട് ചത്തുപോകുന്നേ, വേസ്റ്റ് പിണ്ടങ്ങളാവും. നിങ്ങളെ കുട്ടി ബ്രില്യൻ്റ് ആണെങ്കിൽ വേസ്റ്റ് ആവും. അങ്ങനെ വേസ്റ്റായിട്ട് നമ്മളവരെ ഇറക്കി വിടും. അതോടെ അവർക്ക് പ്രഷറാകുമ്പോൾ അവരെന്തെങ്കിലുമൊക്കെ തോന്നിയാസങ്ങൾ കാണിക്കും. അത് കഴിഞ്ഞിട്ട് അവർ വേഗത്തിൽ പിടിക്കാത്ത സാധനങ്ങളൊക്കെ വലിച്ച് ദേഹത്ത് കയറ്റും. അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ പറയണ്ട, അതൊന്നും പറയേണ്ട വേദിയല്ല ഇത്. മനസ്സിലാവണുണ്ട് എൻ്റെ പ്രേക്ഷകർ. അപ്പോൾ എത്ര പേർക്ക് തൊഴിൽ കിട്ടി, എത്ര പേര് കോടീശ്വരന്മാരായി, എത്ര പേര് ലക്ഷപ്രഭുക്കളായി, എത്രയോ കുടുംബങ്ങൾ ജീവിക്കുന്നത്. ഇതിനെയെല്ലാം നിങ്ങൾ ഇങ്ങനെ എതിർത്താൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊട്ടാൻ വരണ്ടേ? വരണോ വേണ്ടേ? നിങ്ങൾ പറയേ, വന്ന് കമൻറ്റ് ചെയ്യ്. വരണമെന്നുള്ളൊരു വരണമെന്ന് പറയും. വേണ്ടാത്ത ഇതുപോലെ എന്നെ ചീത്ത വിളിക്കുക, എന്നെ കൂതറയെന്ന് പറയും, അല്ലെങ്കിൽ അതിനെ കൂതറയെന്ന് പറയും. എന്ത് വേണോ പറഞ്ഞോ, എന്ത് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ പറയണത് നിർത്തുക. നിങ്ങൾ ഡീഗ്രേഡിങ് എന്തിനും ഏതിനും കയറി ചെയ്യുമ്പോൾ അതിനെതിരെ ഞാനിങ്ങനെ ഉണ്ടാവും. ഈ ഹാമർ കൊണ്ട് ഞാനിങ്ങനെ ഇറങ്ങും. എൻ്റെ ഹാമർ എന്ന് പറയുന്നത് അടിയല്ല, വായാണ്. വാക്കുകൾ കൊണ്ട് ഞാൻ എടുത്തിട്ടലക്കും. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കും. ഞാൻ എല്ലാവരെയും വെല്ലുവിളിക്കണം. ഇതിനെ ഡീഗ്രേഡ് ചെയ്ത, ഈ ചിത്രത്തെ ഡീഗ്രേഡ് ചെയ്യുക മാത്രമല്ല, അങ്ങേയറ്റം ഡീഗ്രേഡ് ചെയ്ത, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞവരെയൊന്നും ഞാൻ പറയില്ല. അത് എല്ലാവർക്കും ഓരോന്ന് കാണാൻ ഇഷ്ടമല്ല. പക്ഷേ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിട്ട് ഇത്രയും തറ രീതിയിൽ ഡീഗ്രേഡ് ചെയ്ത എല്ലാ യൂട്യൂബ് ബ്ലോഗേഴ്സിനെയും മറ്റെല്ലാവരെയും ഞാൻ വെല്ലുവിളിക്കണു. നിങ്ങൾക്ക് എൻ്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ചലഞ്ചിക്കുണ്ടെങ്കിൽ വാടൂ, ഞാൻ ചലഞ്ച് ചെയ്യണോ? നിങ്ങൾ ഇനിയും പറയണോ? ഇതുപോലെ പറയണേനൊക്കെ ഞാൻ ചലഞ്ച് ചെയ്ത് ഇതുപോലെ തുറന്ന് പ്രേക്ഷകൻ്റെ മുമ്പ് തുറന്ന് കാണിച്ചുകൊണ്ട് ഞാൻ വീണ്ടും വരും. ഞാനിവിടെ തന്നെ ഉണ്ട്. എനിക്ക് ആരോഗ്യമുള്ള കാലം, സംസാരിക്കാൻ എനിക്ക് ശബ്ദം പുറത്തു വരുന്ന കാലം അത്രയും. ഒരു പ്രേക്ഷകരിലൊരാളായിട്ട് മാത്രമല്ല, നല്ല കൊട്ട് തരാൻ കണക്കാക്കി ഞാൻ പുറത്തു വരും. നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ ഞങ്ങളെപ്പോലെ ചിലരിവിടെ ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനിയും തീർന്നില്ല പ്രേക്ഷകരെ. ഒരു എപ്പിസോഡ് കൂടെ ചെയ്യാണ്ടിരിക്കും. ഈ ഒരു എപ്പിസോഡ് കാണുമ്പോഴേ ഒരു വിധമെങ്കിലും നിങ്ങളുടെ മുമ്പ് എനിക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഏകദേശം 2600-2700 പേർക്ക് തൊഴിലെത്തിക്കഴിഞ്ഞു. എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളടുത്ത് വിശദീകരിച്ചു. നിങ്ങളടുത്ത് ഞാൻ വീണ്ടും പറയണു, വിദ്യ നേടിക്കഴിഞ്ഞാൽ ചിന്ത ഉണർത്തുകയാണ് ചെയ്യേണ്ടത്. മൈൻഡ് ഓഫ് വ്യൂ മാറ്റുക എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങളുടെ ഫ്രണ്ടിൽ കിട്ടുന്ന എല്ലാത്തിനെയും കുറിച്ച് ചിന്തിക്കൂ. ഒരു ഡോക്ടർ ഒരു സൂചി എടുത്ത് ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോഴും ചിന്തിക്കൂ. ആ സൂചി എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത്, അതിനകത്തുള്ള മെഡിസിൻ എങ്ങനെ കണ്ടെത്തി, ആ ഡോക്ടർ എങ്ങനെ അത് പഠിച്ചു, എന്നിട്ട് ഡോക്ടറേറ്റ് എടുത്തിട്ട് നമ്മൾ വെറുതെ ആരോ കൊടുത്ത മരുന്നിൽ ഇഞ്ചക്ഷനാണ് മാത്രം പഠിച്ച് വയ്ക്കണമെങ്കിൽ ആ ഡോക്ടറെ അടുത്ത് ചോദിക്കും, എന്തിന് ഡോക്ടറെ നിങ്ങൾ റിസർച്ച് ഒന്നും ചെയ്യുന്നില്ലേ? പിന്നെ എന്തിന് നിങ്ങൾ MBBS എടുത്തത്? നമ്മൾ ആരോ കൊടുക്കണ, കമ്പനി കൊടുക്കണ മരുന്ന് മാത്രം നിങ്ങൾ പഠിച്ച് ഇഞ്ചക്ഷൻ വയ്ക്കാതെ, നിങ്ങൾ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആളല്ലേ, നിങ്ങൾ എന്തെങ്കിലും ലാബ് ഇട്ട് ഒരു റിസർച്ച് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ തലമുറയ്ക്ക് എന്തെങ്കിലും അത് പറഞ്ഞു കൊടുത്തിട്ട് അതിനൊരു റിസർച്ച് ലാബ് ഉണ്ടാക്കിയിട്ട് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ച് പുതിയ മെഡിസിൻ കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന് എൻ്റെ പ്രേക്ഷകരെ ചുമ്മാ നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്തൊന്ന് ചോദിക്കൂ.
BS നേഴ്സോ മൈക്രോബയോളജി ലാബ് ടെക്നീഷ്യൻ ഉണ്ടാക്കിയാലൊക്കെ അവർക്ക് ചോദിക്കും, അവരെവിടെയെങ്കിലുമൊക്കെ പോയി ജോലിയാണ് ചെയ്യണത്. നിങ്ങൾ ചോദിക്കും എന്തിനാണ് സയൻസ് പഠിച്ചത്? സയൻസ് അല്ല അവർ പഠിച്ചത്, അവർ ജോലിക്ക് വേണ്ടി സയൻസ് പഠിച്ചു. ഒരു ഡോക്ടർ ജോലിക്ക് വേണ്ടി സയൻസ് പഠിച്ചു, ഡോക്ടറാവാൻ സയൻസ് പഠിച്ചു. 1-2 ലക്ഷം രൂപ ശമ്പളം കിട്ടും. അവിടെ അവൻ്റെ സ്കില്ല് തീരെയാണ്. പകരം അവൻ പഠിച്ചത് സയൻസ് ഇൻട്രസ്റ്റ് വെച്ച് പഠിച്ച് അതിലവൻ ഡോക്ടറേറ്റ് എടുത്ത് അതിനുശേഷം അവൻ രോഗികളെ ആത്മാർത്ഥമായിട്ട് ചികിത്സിച്ച് ശമ്പളം വാങ്ങിച്ചോട്ടെ. 5 ലക്ഷം രൂപയാണെങ്കിലും വാങ്ങിച്ചോട്ടെ, സന്തോഷമുള്ളൂ. അവൻ ആ 5 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ പുതിയ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കരുതി ഒരു ലാബ് ഇട്ട് അതിനകത്ത് അതിൻ്റെ റിസർച്ച് നടത്തണമെങ്കിൽ അവൻ ഡോക്ടർ. അത് അവൻ ചിന്തിക്കുന്നു. മറ്റവൻ ചിന്തിക്കാത്ത ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ഡോക്ടർ, ജോലിക്ക് വേണ്ടി സയൻസ് പഠിച്ചവൻ. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ മാറി ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ചിന്തിക്കേണ്ട കാലം മാറി. വിദ്യാഭ്യാസമല്ല ചിന്ത. വിദ്യാഭ്യാസം ഒന്നും തരില്ല നമുക്കത് പഠിക്കാനും എഴുതാനും ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ്. പിന്നെ ജോലിക്ക് ഒരു മാനദണ്ഡം വെച്ചു, അത് വെച്ച് ഇവിടെ അങ്ങനെ കൊണ്ട് കുറേ ശമ്പളം ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് നാട്ടിനൊരു ഗുണവും ഉണ്ടാവില്ല. നാട്ടിന് ഗുണം ഉണ്ടെങ്കിൽ നിങ്ങൾ വിദ്യാഭ്യാസത്തിനൊപ്പം നിങ്ങളെ ചിന്ത ഉണർത്തി വിടണം. എന്നിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് സപ്പോർട്ടായിട്ട് മാറണം. 100 പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് ഒരു പ്രോജക്റ്റ് ഇതുപോലെ 5000 കോടിക്കോ 10000 കോടിക്കോ മുകളിലെത്തുന്നത്. അതിനെ പോലും നമ്മൾ തച്ച് തകർക്കാൻ തുടങ്ങി എന്താണ് സ്ഥിതി? മനസ്സിലായോ? അപ്പോൾ നിങ്ങളെ ചിന്തകൾ മാറട്ടെ, ചിന്തകൾ ഉണരട്ടെ. ഞാൻ പറഞ്ഞില്ല, ഞാനിതാ ഒരു എപ്പിസോഡ്, ഈ എപ്പിസോഡിൽ ഞാൻ എടുത്തു ഹാമർ എടുത്തത്. ഹാമർ ക്രിക്കറ്റ് ബാറ്റിൽ നോക്കിയാണ് അടിക്കുന്നത്, പരുവപ്പെടുത്തുന്നത്. ക്രിക്കറ്റ് ബാറ്റ് നമ്മൾ അങ്ങനെയാണ് പരുവപ്പെടുത്തുന്നത്, മനസ്സിലായോ? കുട്ടിയെ കളിക്കാനുള്ള ക്രിക്കറ്റ് ബാറ്റ് വാങ്ങിയിട്ട് ചിലത് നോക്ക് ചെയ്ത് വരും, അത്തിരി കൂടിയ ബാറ്റ്, അല്ലാതെ നോക്ക് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ നോക്ക് ചെയ്ത് പരുവപ്പെടുത്തും. എൻ്റെ ജോലിയും പരുവപ്പെടുത്തലാണ്. നമ്മൾ പരുവപ്പെടുത്താൻ ഇറങ്ങേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ. ഞാനിവിടെ തന്നെയുണ്ട്. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിക്കണു, നിങ്ങൾ എത്ര എന്ന് പറയൂ, അത്രയും ആ കൂതറ എന്താണെന്ന് തെളിയിക്കാൻ ഞാനിതുപോലെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും സന്തോഷകരമായ ഒരു 2025 നേർന്നുകൊണ്ട് അടുത്തെൻ്റെ ലാസ്റ്റ് എപ്പിസോഡ്, ഇതെൻ്റെ ഫൈനൽ എപ്പിസോഡ്, അതും ഇതുപോലെ ലെങ്ത് തന്നെ ആയിരിക്കും. നിങ്ങൾ 5% പ്രേക്ഷകർ മതി എനിക്ക്. ഞാനിവിടെ തന്നെ ഉണ്ടാവും. ഇനി ഇത് തുടരും. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് വരാം. പിന്നെ ആർക്കെങ്കിലും ഫോൺ നമ്പറൊക്കെ വേണമെങ്കിൽ ഞാൻ തരാൻ കേട്ടോ, എനിക്കൊരു പേടിയില്ല. അങ്ങനെയൊന്നും ഒരു പേടിയുള്ള ആളൊന്നുമല്ല ഞാൻ പറയണത്. ചിന്തിക്കൂ. ഞാൻ അധ്യാപകരെ ചിന്തിക്കൂ. നിങ്ങൾ എന്താ വേണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കൂ. ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ കഴിയണ്ട. പക്ഷേ വേറൊരാൾ ചെയ്യുമ്പോൾ തച്ച് തകർക്കരുത്. അങ്ങനെ വന്നാൽ പഴയതുപോലെയല്ല, മിണ്ടാതിരിക്കുക. എക്കാലം പേടിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഡൊബക്സോൾ ഇതുപോലെ വരും, ഉണ്ടാവും. എൻ്റെ വാ ശബ്ദിക്കുന്നത് വരെ, എൻ്റെ വാ തുറന്ന് പ്രവർത്തിക്കാനും പ്രകൃതി എനിക്ക് ആരോഗ്യപരമായിട്ട് അവസരം തരണതുവരെയും ഞാനിതുപോലെ ഉണ്ടാവും. അതിൻ്റെ പിന്നിൽ എന്ത് പ്രശ്നം വന്നാലും ഞാനങ്ങ് സഹിക്കും. എനിക്കൊരു പേടിയില്ല കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഹാപ്പി ന്യൂ ഇയർ 2025. ഞാനൊന്ന് പുറത്തു പോയി അകത്ത് വരാം ഉടൻ തന്നെ. സൈനിങ് ഓഫ്, നൊബ സോളോ.